യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. നമുക്ക് ഈ കാലഘട്ടത്തിൽ ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ്. ഈ നാളുകളിലൊക്കെ ഒത്തിരി പേര് വന്ന് പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോൾ പറയുന്നത്, ഞങ്ങൾക്കെതിരെ പലരും ആഭിചാരം ചെയ്യുന്നു, മന്ത്രവാദം ചെയ്യുന്നു, കൂടോത്രം ചെയ്യുന്നു, പലവിധ പൂജകൾ ചെയ്യുന്നു. അതിൻ്റെ അസ്വസ്ഥതകൾ പേറുന്ന ജനത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിങ്ങളൊരു ദുരിതത്തിലാണെങ്കിൽ വിശ്വാസത്തോടെ ഈ വചനം ഇന്നു മുതൽ കൂടുതലായിട്ട് ചൊല്ലി ദൈവികമായ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. സംഖ്യയുടെ പുസ്തകം 23-ാം അധ്യായം 23-ാം തിരുവചനം, യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല, ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയില്ല, ദൈവം പ്രവർത്തിച്ചത് കാണുവിനെന്ന് യാക്കോബിനെയും ഇസ്രായേലിനെയും കുറിച്ച് പറയേണ്ട സമയമാണിത്. ഈ വചനം ആവർത്തിച്ച് ചൊല്ലുക. പറ്റുമെങ്കിൽ 9 പ്രാവശ്യമോ അല്ലെങ്കിൽ 33 പ്രാവശ്യമോ 100 പ്രാവശ്യമോ ആവർത്തിച്ച് യാത്രയിലും മറ്റുമൊക്കെ നടക്കുമ്പോഴൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുക. യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല, ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയില്ല, ദൈവം പ്രവർത്തിച്ചത് കാണുവിനെന്ന് യാക്കോബിനെയും ഇസ്രായേലിനെയും കുറിച്ച് പറയേണ്ട സമയമാണിത്. യാക്കോബ് നമുക്കറിയാം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇസ്രായേൽ നമുക്കറിയാം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനതയാണ്, ദൈവജനമാണ്. യാക്കോബ് ഞാനും നിങ്ങളുമാണ്, തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളാണ്. ഇസ്രായേൽ എന്ന് പറയുന്നത് പുതിയ ഇസ്രായേലായി തിരുസഭയാണ്, സഭയിലെ മക്കളാണ്. നമുക്ക് ചുറ്റും കർത്താവിൻ്റെ വലിയൊരു സംരക്ഷണമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യാക്കോബിന് ആഭിചാരം ഏൽക്കില്ല, ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കില്ല എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഒരു മകനും മകൾക്ക് പ്രത്യേകമായൊരു സംരക്ഷണം ദൈവജനത്തിന് കർത്താവ് ഒരുക്കും. അതുകൊണ്ട് ഭയപ്പെടാതിരിക്കുക, വിശ്വാസത്തോടെ ഈ കർത്താവിൻ്റെ വചനം ചൊല്ലുക. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ടതാണ് സംരക്ഷണത്തിൻ്റെ മറ്റു വചനങ്ങൾ ചൊല്ലുക, വിശ്വാസത്തോടെ ഏറ്റുചൊല്ലുക, വിശുദ്ധിയോടെ ജീവിക്കുക എന്നുള്ളതൊക്കെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് സാധിക്കുന്നവരൊക്കെ ഈ വചനം മനഃപ്പാഠമാക്കുക. അതുപോലെ തന്നെ ആവർത്തിച്ച് ഈ വചനം ചൊല്ലുകയോ എഴുതുകയോ ചെയ്യുക. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. സകലവിധ തിന്മകളിൽ നിന്നും കർത്താവ് നമ്മയും നമ്മുടെ കുടുംബത്തെയൊക്കെ സംരക്ഷിക്കട്ടെ. ഈ വചനം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മാതാപിതാക്കൾക്ക്, എൻ്റെ ജീവിത പങ്കാളിക്ക്, മക്കൾക്ക്, ഭവനത്തിന്, വാഹനത്തിന്, യാത്രകൾക്കൊക്കെ പ്രത്യേകം ഈ വചനത്തിൻ്റെ സംരക്ഷണം തരണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാത്താൻ്റെ എല്ലാവിധ കെണികളിൽ നിന്നും തന്ത്രങ്ങളിൽ നിന്നും ചതികളിൽ നിന്നും കർത്താവ് ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സംഖ്യ 23 വചനത്തിൻ്റെ വലിയ അഭിഷേകവും സംരക്ഷണ ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.